ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു കണക്ക് പരിചയപ്പെടാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്, എന്നാൽ നിങ്ങൾക്കൊരു 4 മാർക്ക് കിട്ടുന്ന ഷുവറായിട്ടും കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ നോക്കുക, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90. ശ്രദ്ധിക്കണം, 100, 95, 90 അല്ലെ. അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ നമുക്ക് എഴുതാം x1 ഈസ് ഈക്വൽ ടു 100. അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 95 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. നമുക്ക് വേണ്ടത് 21st ടേം അല്ലെ. 21st ടേം കിട്ടാൻ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഫസ്റ്റ് ടേം ആയ x1ന്റെ കൂടെ 21ാമത്തെ പദം കിട്ടണമെങ്കിൽ 1ാം പദത്തിന്റെ കൂടെ 20d കൂട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഇവിടെ എത്ര ഉണ്ട്, 100 പ്ലസ് 20 ഇൻറ്റു -5 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0. മറ്റൊരു കാര്യവും കൂടെ, x1 എടുത്തുകൊണ്ട് നമ്മൾ എന്തെടുത്ത് 20d എടുത്ത്. ഇനി x2 ആണ് നിങ്ങൾ എടുക്കുന്നത്. x2 ഇവിടെ എത്രയാണ്, 95. x2 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, x25 കിട്ടാൻ വേണ്ടി x2 ആണ് എടുക്കുന്നതെങ്കിൽ x2 പ്ലസ് 19d ആയിരിക്കും. ദാറ്റ് ഓൾസോ എത്രയാണ്, x2 ഇവിടെ എത്രയാണ്, 95 പ്ലസ് 19 ഇൻറ്റു -5 ദാറ്റ് ഈസ് ഓൾസോ 0 അല്ലെ. ഇനിയിപ്പോ x3 ആണ് എടുക്കുന്നതെങ്കിലോ x3 പ്ലസ് എത്ര ഡി കൂട്ടണം, 18d. അതും നമുക്ക് എത്ര കിട്ടും, x3 ഇവിടെ 90 ആണ്, 90 പ്ലസ് എത്ര ഡി, 18 ഇൻറ്റു -5 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, 0 ആണ്. അപ്പോൾ 21st ടൈം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്, 0. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇതിന്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഷോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.